എന്തുണ്ടെങ്കിലും 5 വക്ത് നിസ്കാരം അത് മസ്റ്റാണ്. പിന്നെ പഠിച്ചു നോക്കൂ. ഈ റിലീജിയസ് ആയിട്ടുള്ള ഒരു സാധനം എനിക്ക് കുറേ മുന്നൊന്നും ഇല്ല. ലൈക്ക് ഇപ്പോൾ ഞാൻ കോഴിക്കോടാണ് പഠിച്ചിരുന്നത്. ആ ഒരു ടൈമിലൊന്നും ഞാൻ തീരെ ശ്രദ്ധിച്ചിട്ടില്ല ഈ 5 വക്ത് നിസ്കാരം എന്നുള്ളൊരു സാധനം തീരെ ഇല്ല. പക്ഷെ അതൊരു ടൈം എത്തിക്കഴിഞ്ഞപ്പോൾ ആകെ ഡൗൺ ആയി പോയി. ഈവനിപ്പോൾ എൻ്റെ കരിയറിലാണെന്നുണ്ടെങ്കിലും ഞാൻ ആ ഒരു കോഴ്സ് ഡ്രോപ്പ് ചെയ്തു. മൊത്തത്തിലൊരു എന്താ പറയുക, ഒരു പ്രഷർ വന്നൊരു ടൈമേ. 5 വക്ത് നിസ്കരിക്കുക, ബാക്കി പിന്നെ എന്ത് കാര്യം നമുക്ക് ഉണ്ടായിക്കോട്ടെ, പക്ഷെ 5 വക്ത് നിസ്കാരം ആദ്യം തീർക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. വലിയൊരു മാറ്റം തന്നെയാണ് ഈ ഒരു നിസ്കാരം എന്നുള്ളൊരു സംഭവം. അല്ലെങ്കിൽ കുറച്ചുകൂടി പഠിച്ചവനായിട്ട് അടുത്ത് തുടങ്ങിയപ്പോഴുള്ളൊരു എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി റിയാലിറ്റിക്ക് വന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഒരു പ്രഷറൈസ് ആയിട്ടുള്ള ഒരു ടൈമിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എനിക്ക് എടുക്കാൻ പറ്റി. ഈവൻ ഞാനിപ്പോൾ എടുത്ത കോഴ്സാണെന്നുണ്ടെങ്കിലും ഞാൻ ഒരുപാട് ചിന്തിക്കും, ഭയങ്കരമായിട്ട് സെൽഫ് ഡൗട്ടുള്ള ആളായിരുന്നു. ഇപ്പോൾ ഇവൻ ആ 5 വക്ത് നിസ്കാരം കണ്ടിന്യൂ ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ച പോലെ തന്നെ എനിക്കൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഞാൻ തീരെ സ്കില്ലില്ല എന്ന് വിചാരിച്ച ഒരാളാണ്, ഒരു കഴിവില്ല, വെറുതെ ഇങ്ങനെ തിന്ന് നടക്കുക എന്നുള്ളൊരു സംഭവം മാത്രം എൻ്റെ ഉള്ളിൽ കണ്ടിന്യൂ ആളാണ്. പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, ഇങ്ങനെ ഒരു കാര്യത്തിൽ എനിക്ക് തിങ്ക് ചെയ്യാൻ പറ്റും, ഇന്നൊരു രീതിയിലെത്തും, ഒരു ജോബ് കിട്ടി, ഒരു സാധനമൊക്കെ ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ 5 വക്ത് നിസ്കാരം പരിപാടി മുന്നോട്ട് കൊണ്ടുവന്നതിന് ശേഷമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.